അസ്സലാമു അലൈക്കും ടു ഓൾ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഇന്ന് ഞാൻ അറഫ നോമ്പിന് വേണ്ടി വീട്ടിലത്തേക്ക് ഉണ്ടാക്കിയ സാധനങ്ങളുടെ റെസിപ്പി എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ ചെറിയ എൻ്റേതായ രീതിയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചെങ്കിൽ, ഈ കട്ട് ചെയ്യുന്ന സാധനമാണ് ബനാന ബർഫി. അപ്പോൾ ബനാന ബർഫി ഞാൻ സാധാരണ പിള്ളേർക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ തന്നെ ഉണ്ടാക്കി വെക്കാറുള്ളൊരു സാധനമാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് ഓർത്ത് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്ന റെസിപ്പി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പോയി നോക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് കടല, അതുപോലെ ഏത്തപ്പഴം ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് 2-3 ഏത്തപ്പഴമോ 2 ഏത്തപ്പഴമോ, അതിന് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ്, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ അതുപോലെ നെയ്യുണ്ട് കേട്ടോ. അപ്പം നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഏത്തപ്പഴം ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് നേരം ഇട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് കടലയും ഏലക്കായും കൂടി ഇട്ട് പൊടിച്ചു. അപ്പോൾ ആ കടല ഏലക്കായും കൂടി ഇട്ട് പൊടിച്ച് അതും കൂടി ആ പൊടിയും കൂടി അതിനകത്ത് ഇട്ട് നന്നായിട്ട് ഇങ്ങ് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കടലയും ഏലക്കായും ഇട്ട് പൊടിക്കുന്നതിൻ്റെ സമയത്ത് ഞാൻ സാധാരണ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കാര്യം മറന്നുപോയി, അതിൻ്റെ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടില്ല. ലാസ്റ്റിന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം പാൽപ്പൊടി, അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കടല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാൽപ്പൊടി ഇട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പാൽപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷനിലാണ്. അപ്പോൾ ഒരു ടേസ്റ്റ് കൂടിക്കോട്ടെ എന്നോർത്തുകൊണ്ട് മാത്രം ഞാൻ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം പാൽപ്പൊടിയുടെ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ സമയത്ത് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. കുട്ടികൾക്ക് ആരോഗ്യത്തിന് പഞ്ചസാരനേക്കാൾ നല്ല ഈത്തപ്പഴം ആകുമ്പോഴത്തേനും നാച്ചുറലായിട്ടുള്ള മധുരമാണല്ലോ കിട്ടുന്നത്. അതുകൊണ്ട് അതാകുമ്പോൾ കറക്റ്റ് മധുരം ആകും. ഇനി അടുത്തായിട്ടുള്ള ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. ബ്രെഡ് ക്രംസ് എന്തിനാണ് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചെങ്കിൽ, ഈ ഏത്തപ്പഴത്തിനകത്ത് നിന്ന് ഉള്ള ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കുറച്ച് ഈ ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ കുറച്ച് ബ്രെഡിലേക്ക് പിടിച്ചെടുത്തോളുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇച്ചിരി പോലും വെള്ളത്തിൻ്റെ ഒരു അംശം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനാണ് ആ ഒരു ബ്രെഡ് ക്രംസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു പരുവത്തിലെ ചായ കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബ്രെഡ് ക്രംസൊക്കെ ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഇതെല്ലാം നല്ല രീതിയിൽ യോജിപ്പിച്ച് അതിനകത്തെല്ലാം പിടിക്കുന്ന രീതി നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരക്കപ്പ് തേങ്ങ ഇട്ടിട്ട് അതും ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ചേർക്കുന്നതാണ് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും. അപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നമ്മൾ ചേർക്കണം, നമുക്കത് വറുത്തിട്ട് വേണേലും ചേർക്കാം. ഇനി വറുക്കാതെ ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ വറുക്കാതെയാണ് അതിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിനിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്കൊന്നുകൂടെ ആരോഗ്യമാവുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ഇട്ട് കൊടുക്കും. നട്ട്സ് എന്തെങ്കിലും വേറെ ടൈപ്പുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കാറുണ്ട്. അതായത് അത്തിപ്പഴത്തിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, അതായത് ഇട്ട് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഇതിനകത്താണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പല സാധനങ്ങളും ആഡ് ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിൽ ഉള്ളതുപോലെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം നല്ല രീതിയിൽ യോജിപ്പിച്ച് ലാസ്റ്റിൽ ആ ഒരു നമ്മുടെ പാനിൽ നിന്നും അതൊന്ന് വിട്ട് വരാവുന്ന രീതിയിൽ എല്ലാം ഒന്ന് ഉരുണ്ടുകൂടി വരുന്ന ഒരു അവസ്ഥ വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പഞ്ചസാര ഇടാൻ മറന്നു പോയെന്നുള്ള കാര്യം. അതുകൊണ്ട് അവസാനം പഞ്ചസാര ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ ഞാൻ കടലയുടെ കൂടെ ഇട്ട് പൊടിച്ചിട്ടാണ് ഒന്നിച്ചാണ് ചേർക്കാറുള്ളത്. പക്ഷേ ഇതിപ്പം അത് ആദ്യം വിട്ടുപോയി. അല്ലെങ്കിൽ ഞാൻ ഈത്തപ്പഴം ഇട്ട് കൊടുക്കും. ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഈ പഞ്ചസാര അവോയ്ഡ് ചെയ്യും, പഞ്ചസാര ഞാൻ ചേർക്കാറില്ല. അതിനുശേഷം ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതൊന്ന് ഇങ്ങനെ ആക്കി വെച്ചിട്ട് കുറച്ച് നേരത്തെ ഇതൊന്ന് ചൂടായതിന് ശേഷം ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. ഫ്രിഡ്ജിനകത്തൊരു കുറച്ച് നേരം ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കഴിയുമ്പോഴത്തേനും അത് നന്നായിട്ട് തണുപ്പ് കിട്ടി കഴിയുമ്പം സെറ്റായി വരും ഇത്.
അതിനുശേഷം അടുത്ത് ഞാൻ ഉണ്ടാക്കി ചായ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചായ വെക്കണം. ചായ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിനായിട്ട് തേയിലപ്പൊടി, ചായക്കകത്ത് തേയിലപ്പൊടി ഇട്ടുകൊണ്ട് ചായ ഇളക്കി അതുണ്ടാക്കി. അതിന് ശേഷം പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് ഓർത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ഒരു മുട്ട ഉടച്ചുകൂട്ടി മുട്ടയ്ക്കകത്തോട്ട് കുറച്ച് പാലും പഞ്ചസാര ഇട്ട് ഇളക്കി ആ ഒരു മിശ്രിതമാണ് ഇതുവരെ കാണുന്നത്. അതിനകത്തോട്ട് 2 സൈഡും ഒന്ന് മുക്കിയിട്ട് പാനിലേക്കിട്ട് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് പൊരിച്ചെടുക്കുന്ന ഒരു പരിപാടി. അതായത് ഇപ്പോൾ ഈ ബ്രെഡ് റോസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. പിള്ളേർക്കിത് ഇഷ്ടമാണ്, അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം അത് കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഒരു ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഒരു ആപ്പിൾ കട്ട് ചെയ്തിട്ടിട്ട് അതിലേക്ക് വാനില എസൻസും പിന്നെ വാനില എസൻസ് 3-4 ഡ്രോപ്പ് 2-3 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളതിൻ്റെ ആപ്പിളിൻ്റെ അളവനുസരിച്ച് ഇച്ചിരി വാനില എസൻസ് അതനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം വേണ്ടതെന്ന് വെച്ചാൽ ഒന്നുമില്ല പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ക്രീമും ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ 3 സാധനങ്ങളാണ് 3 ചായയും കൂടെയും കൂട്ടി 4 സാധനങ്ങളാണ് മെയിനായിട്ടും ഇന്ന് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം അതിൻ്റെ റെസിപ്പി ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു.